അണ്ടർലൈൻ കോമ്പിനേഷൻ വലിക്കാനായിട്ട് ശ്രമിച്ചു. അതും 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ പൊടിമീശ വെച്ച സമയത്ത്. അതും ആരോടാ? നവ്യ നായരോട്. ധ്യാൻ ഒരിക്കലും പറയണ്ടായി 8ാം ക്ലാസ് പഠിക്കുമ്പോ മുതല് ധ്യാനിന് നവ്യ നായരോട് ഭയങ്കര ക്രഷ് ആയിരുന്നു. അവിടെ കൊണ്ട് തീർന്നു. ദിലീപേട്ടൻ പറഞ്ഞ പോലെ ഞാൻ ആ മോണോക്ട് കണ്ടിരുന്നു അന്ന്. അത് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമല്ല പടി, ഇനി ഒരുപാട് ആൾക്കാർക്ക് ഈ പടി കൊടുക്കും. മലയാളത്തിന്റെ ക്രഷ് സ്റ്റാർ, ക്രഷ് സ്റ്റാർ. അല്ല ഞാൻ പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഇഷ്ടമായിരുന്നു. നായികമാര് പുതിയ പുതിയ ആൾക്കാർ വന്നോണ്ടിരുന്നപ്പോ അതുകൊണ്ടാണല്ലോ എന്നെ റൊമാൻറ്റിക് എന്ന് വിളിച്ച് പറഞ്ഞത്. അല്ല, ഈ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുള്ള ആ ഒരു പ്രണയം, ഏകദേശം ആ ഒരു ക്രഷ്, വൺ വേ ക്രഷ് എത്ര നാളുണ്ടായിരുന്നു? ആ പടം ഇറങ്ങുന്നത് അന്നായിരുന്നെങ്കിലും ഓക്കെ. ഇത്ര ഷൈയായിരുന്നോ? അതെ അതെ, ഞങ്ങൾ തമ്മിൽ ഇപ്പൊ അടുത്ത് വരുന്നേ ഉള്ളൂ. മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, ഈ അന്ന് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു പോയി, അല്ലെങ്കിൽ അന്ന് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായി. ഇപ്പൊ എന്തോ ഞാൻ വരൂലായിരുന്നു. ഇപ്പൊ തോന്നുന്നു സന്തോഷല്ലേ? എല്ലാവരും ഈ വേദിയിലുണ്ടല്ലോ. അതില്ല കള്ളന്മാർ, കലാകാരന്മാരല്ല. നവ്യ ഇത് അറിഞ്ഞിട്ടുണ്ടായിരുന്നോ ഞാനിങ്ങനെ പറഞ്ഞ കാര്യം? എന്നിട്ട് പിന്നെ വിളിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ? എന്താ നവ്യനെ അങ്ങനെയാണ് ഉടനെ ഒരാള് ക്രഷ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഹലോ നിങ്ങൾക്ക് എന്നോട് ക്രഷ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഉടനെ നവ്യ വിളിക്കുക. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, എവിടെയെങ്കിലും വെച്ച് കാണുമ്പോ നിങ്ങൾ തമ്മിൽ മിണ്ടിയോ? അങ്ങനെ വിളിച്ച ആ ഫീല് പോയില്ലേ? ഉള്ളിലൊതുക്കണം. ജാനകി ജാനെന്ന് പറഞ്ഞൊരു സിനിമയിൽ അതിനുശേഷം ഒരുമിച്ച് അഭിനയിച്ചു. എന്നിട്ടാണ് ഇത്ര നാണം. ഇത് ചേട്ടൻ നമ്മളെ ഇവരാരും എന്റെ സെറ്റ് പിടിക്കാൻ അല്ല. ഇപ്പൊ ഞാൻ ഈ ബബ്ബ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ ബബ്ബ പഠിക്കുന്ന സാഹചര്യത്തിൽ ആ ബ ഉച്ചാരണ ശുദ്ധിയിൽ മാറ്റുണ്ടാവും. പലതും പല ബായാണ്. ആ ഓരോ ബായ എന്തായിരുന്നു ചേട്ടാ? ഭയം, ഭക്തി, ബഹുമാനം. ഭയം, ഭക്തി, ബഹുമാനം വേണം കേട്ടോ. പുതിയ സിനിമയാ. ഞാൻ അഭിനയിച്ചു, പുള്ളി വന്നിട്ടില്ലല്ലേ. ഞാൻ വരെ അഭിനയിച്ചിട്ട് പോയി. അത്ര പോലും നിങ്ങൾ തമ്മിൽ ഫേസ് ടു ഫേസ് ഞങ്ങളുടെ എക്സ്പ്രഷൻസ് തമ്മിൽ പിടിച്ചേക്കാൻ പറ്റില്ല. ഞങ്ങൾ ഒരുമിച്ച് സാറിന്റെ പാർട്ട്ണറായ പാർട്ട്ണറിന്റെ വേറൊരു പടത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചു. ഓക്കെ, പ്രിൻസ് ആൻഡ് ദ ഫാമിലി എന്ന് പറഞ്ഞു. അത് പ്രിൻസ് ആൻഡ് ഫാമിലി ഇപ്പോ ഓൾ റൈറ്റ് ഫൈൻ. എന്തായാലും നേരെ സി കേരളത്തിന്റെ ലോഗോ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സി മൂവീസ് നമ്മളെ സംബന്ധിച്ച മണീസ് ഒരു വിഷയമല്ല. ഈ ഇങ്ങനെയല്ലല്ലോ വിളിച്ചപ്പോ പറഞ്ഞത്. അതെല്ലേ, അത് പിന്നാമ്പുറത്തെ ആൾക്കാര് അങ്ങനെയല്ല. സി മൂവീസ് ഞാനും ചോദിക്കാം. അതെ, ചോദിച്ചു വന്നത് സി മൂവീസ് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാണെന്ന് വിചാരിക്കുക. ഒരു വെറൈറ്റി കാസ്റ്റിംഗ് നമുക്ക് ആവശ്യമുണ്ട്. ഈ കൂട്ടത്തിലുള്ള ആൾക്കാരെ എടുക്കാം. എന്നെ വേണ്ട, ഒരു നായിക, നായകൻ, വില്ലൻ, ഡയറക്ടർ, ആരെയൊക്കെ പ്ലേസ് ചെയ്യും? നായകൻ, വില്ലൻ, ഡയറക്ടർ കഴിഞ്ഞില്ലേ? ഇത് ദിലീപേട്ടന്റെ കോൺസെപ്റ്റ് ആണ് ഇപ്പൊ പറഞ്ഞത്. നായകൻ, നായിക, അതുപോലെ തന്നെ ലൈക് വില്ലൻ, ഡയറക്ടർ. ഇനി ധ്യാനിലേക്ക് വന്ന അവിടെയൊക്കെ ഉൾട്ട ആയതുകൊണ്ട് അത് എങ്ങനെ ചൂസ് ചെയ്യും? നായകൻ, നായിക, ഇതല്ലേ കേൾക്കേണ്ടത്? എന്തൊരു കഷ്ടം. വില്ലൻ. എന്റെ എപ്പോഴും എന്റെ മനസ്സിൽ ജനപ്രിയ നായകൻ നിൽക്കുന്നു. ഇവര് തമ്മില് ബന്ധം മാത്രമല്ല. എന്റെ നായകൻ എന്താ? ഓക്കെ, ഞാൻ രണ്ട് കഥ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് സമ്മതിച്ചോ? ഞാൻ ഓക്കെ. ഞാൻ ഇതിന് മുന്നേ 4 കഥ പറഞ്ഞ ആളാ ഇവിടെ ഇരിക്കുന്നത്. പക്ഷെ വേറെ കാര്യം പറയട്ടെ, ഞാൻ അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള, ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള ഒരാളാണ് ധ്യാൻ. കാരണം എന്റെ വാക്കിലെടുത്ത് വെച്ചോ, ഇവൻ ഒരു മലയാള സിനിമയ്ക്കുള്ള ഒരു ഖനി സാധനങ്ങളുണ്ട് അവന്റെ കയ്യിൽ. ഒന്നും പുറത്തേക്ക് എടുത്തിട്ടില്ല. ബെസ്റ്റ് ഡയറക്ടറുമാണ്. ഞാൻ കുറച്ച് അടുത്ത വഴിയിട്ട് ചെറുപ്പം തുടങ്ങി ഞാൻ കാണുന്നതാണ്. പക്ഷെ ഇത്രയും അടുത്ത് നമ്മൾ ഈ സിനിമയുടെ ലൊക്കേഷനിലൊക്കെ വെച്ചിട്ടാണ്. പക്ഷെ നമുക്ക് ഒരാളുടെ ഏറ്റവും ബുദ്ധിയുള്ള ഒരാളിൽ എടുത്തു വെക്കേണ്ട ഒരാളാണ് ധ്യാൻ. ഇങ്ങനെ
അച്ഛൻ പറഞ്ഞിട്ടുണ്ടോ? പ്രാങ്ക് വല്ലാണ്. ഞാൻ സീരിയസ്. Oh my God. എന്തോ ഒരു അന്തർധാര സംഭവമുണ്ട്. സജീവമാണ്. കാരണം എന്താ അറിയാമോ? എനിക്ക് ഇവരെ കൊണ്ട് കാരണം ഇവര് സാധനമുണ്ട്. നിങ്ങളുടെ കയ്യിലില്ല. ആ സാധനം എന്റെ കയ്യിൽ വേണ്ട. ആ സാധനമല്ല. ഇത് ബുദ്ധി വെച്ചിട്ടുള്ള ഇവന്റെ കയ്യിൽ നല്ല കഥകള്, നല്ല കഥാപാത്രങ്ങള്, തിരക്കഥ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അച്ഛന്റെ പോലല്ലേ അത് അച്ഛന്റെ പേരെന്താ? നിന്റെ ഓ, എന്റെ. Okay. ഇന്നത്തെ ഒരു എപ്പിസോഡ് ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അടുത്ത ദിവസം വീണ്ടും കാണാല്ലേ? So now we are saying bye from IHNA Australia, Pavalam Cook-Off Smart Curry Powders, Sea Kerala Super Show co-powered by Indian Institute of Commerce, Lakshya, our ice cream partner, Camry Ice Cream, special partners, Kia Ceros, Equesta UPVC Rain Cutters, Cardia Coconut Oil, Milma, Day to Day Diary Whitener, and our energy partner, Sun Tips Tea, saying Khatamabaya tonight. Good night, everyone. Have a super night.